എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സോറോയും ആ ഒരു വില്ലനും അവർ രണ്ടുപേരും ഇപ്പൊ കോട്ടൊക്കെ ഊരിക്കളഞ്ഞ് പരസ്പരം ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ബ്ലാസ്റ്റോ വില്ലൻ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള വലിയ രണ്ട് വെപ്പൻസ് കയ്യിലെടുക്കും. അതേസമയം സോറോയും അവന്റെ രണ്ട് സ്ക്വാഡ് അങ്ങനെ കയ്യിലെടുത്ത് കറക്കി കറക്കി ആ വില്ലന് നേരെ പാഞ്ഞെടുക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ വലിയ എന്തോ അവൻ മിസ് ചെയ്യുന്നതായിട്ട് തോന്നും. അത് മറ്റൊന്നുമല്ല, അവന്റെ മൂന്നാമത്തെ സ്ക്വാഡ് അവൻ എപ്പോഴും വായിൽ കടിച്ചു പിടിക്കുന്നതാണ്. ഇപ്പോ അവൻ ആ സ്ക്വാഡില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഫൈറ്റ് അതെങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന അറിയാതെ സോറോ ആണെങ്കിൽ അവനോട് സീരിയസ് ആയിട്ട് ഏറ്റുമുട്ടും. കുഞ്ഞിപ്പെണ്ണും വിശ്വസുന്ദരിയും അവരാണെങ്കിൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്നറിയാതെ അങ്ങനെ കണ്ണിമ ചിമ്മാതെ ആ ഫൈറ്റ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ബാറ്റ് വില്ലനെയും സ്പീഡ് വില്ലനെയും കാണിക്കും. രണ്ട് ക്ലിഫ്റ്റേഴ്സും ഇപ്പൊ ലൂഫിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇടിയൊക്കെ കിട്ടി അങ്ങനെ വീണ് കിടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഗ്രാൻഡ്പയോട് പറയും, എനിക്ക് ഈ ഒരു പ്രാക്ടീസും ട്രെയിനിങ്ങും ഒന്നും പോരാ, ഇനിയും പവർഫുള്ളായ ആൾക്കാരെ വേണം. ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത്രയും വലിയ ഫൈറ്റ് നടന്നിട്ടും വെറും പ്രാക്ടീസ് ആയിട്ട് മാത്രമാണ് ലൂഫി അതിനെ കാണുന്നത്. സത്യത്തിൽ ഇവന് കുറച്ച് വട്ടുണ്ടോ എന്നിപ്പോ ഗ്രാൻഡ്പ ചിന്തിക്കും. ലൂഫി ആണെങ്കിൽ ആ ക്വീന്റെ അടുത്തേക്ക് വരും. ഹേയ് ആനക്കുട്ടി, നിന്റെ കയ്യിൽ ഇതുപോലെ വീക്ക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവരൊന്നും എനിക്കൊരു ഇരയേ അല്ല. എനിക്കിനിയും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കണം, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യണം. സോ നിന്റെ കയ്യിലുള്ള എല്ലാവരെയും എനിക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് അയക്ക്. അങ്ങനെ ആരും ഇല്ലെങ്കിൽ നീ തന്നെ എന്നോട് ഫൈറ്റ് ചെയ്യാവാ, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഏറ്റുമുട്ടാം. ലൂഫിയുടെ വെല്ലുവിളി കേട്ട് ആ ക്വീൻ മാത്രമല്ല ചുറ്റുമുള്ളവരും അത്ഭുതപ്പെടും. കാരണം ആ ഒരു ക്വീൻ അവൻ നിസ്സാരക്കാരനല്ല. ലൂഫിയെ പോലുള്ളൊരു പൊടി പയ്യൻ അവനെ വെല്ലുവിളിക്കുന്നത് അവർക്ക് ശരിക്കും അവിശ്വസനീയമായിട്ടായിരിക്കും തോന്നുക. ക്വീനാണെങ്കിൽ യാതൊരു കൂസലുമില്ല. അവൻ ആ സൂപ്പ് കുടിച്ചുകൊണ്ട് ലൂഫിയോട് പറയും, നിനക്കുള്ള യഥാർത്ഥ കോമ്പറ്റീഷൻ അത് സ്റ്റാർട്ട് ആയിട്ടില്ല, ഇത് വെറും ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ മാത്രമാണെന്ന് പറഞ്ഞ് അടുത്ത ഗിഫ്റ്റേഴ്സിനെ അവിടേക്ക് അയക്കും. ആക്ച്വലി ഗിഫ്റ്റേഴ്സ് അവരാണെങ്കിൽ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുള്ള കുറച്ചധികം സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. ഗിഫ്റ്റേഴ്സിൽ മൊത്തം 24 ആൾക്കാരുണ്ട്. അടുത്ത ഗിഫ്റ്റർ അത് മറ്റാരുമല്ല, സാക്ഷാൽ ആ ബിയർമാൻ. അവനാണെങ്കിൽ ലൂഫിയുടെ അടുത്തേക്ക് വന്ന് പറയും, ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡംപ്ലിങ്സ് അത് മുഴുവൻ കഴിക്കാനുള്ള യോഗം എനിക്കാണ്. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്റെ ഡംപ്ലിങ്സിൽ ഒരെണ്ണം പോലും നിനക്ക് തരില്ല. നമ്മളുടെ സ്ട്രോങ് ആരാണെന്ന് ഈ ഫൈറ്റിന് ശേഷം നമുക്കറിയാന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ സിമ്പിളായി ചാടി വന്ന് അവന്റെ വയറ്റില് ഇപ്പൊ നോർമൽ പഞ്ച് വെക്കും. അതാണെങ്കിൽ പ്ലച്ച് പ്ലച്ച് പഞ്ഞിയിൽ ഇടിക്കും പോലെ ഒരു സോഫ്റ്റ് ഫീൽ ആയിരിക്കും അവർക്ക് രണ്ടുപേർക്കും കിട്ടുക. അടുത്ത നിമിഷം ആ ഒരു കരടി അവനാണെങ്കിൽ ഗ്ലാസ് പഞ്ച് ഇപ്പൊ ലൂഫിക്ക് നേരെ ഉപയോഗിക്കും. അത് കണ്ട് ഗ്രാൻഡ്പ പറയും, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവന്റെ ഗ്ലാസ് പഞ്ച് അത് ഭയങ്കര സ്ട്രോങ് ആണ്, അതുപയോഗിച്ച് അവൻ ഈസി ആയിട്ട് ഹ്യൂമൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ലൂഫി ആണെങ്കിൽ അപ്പോഴും ക്യാഷ്വലായിട്ട് അവന്റെ കൈ ചുരുട്ടി ആ കരടിയുടെ വയറ്റിൽ തന്നെ ഒരൊറ്റ ഇട്ടി. ആ ഒരു അടിയിൽ കരടി ഫ്ലാറ്റ് ആവും. അതിനുശേഷം വീണ്ടും അവന്റെ ഹോക്കി ട്രെയിനിങ് അതെടുക്കുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇന്നും സാക്ഷാൽ ഡോക്കിങ്ങും അവരാണെങ്കിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു പ്രത്യേക ഭാഗത്ത് കണ്ടുമുട്ടും. ഡോക്കിങ് ആണെങ്കിൽ ഇപ്പൊ കിന്നിനോട് പറയും, നമ്മുടെ പ്ലാൻ അതെങ്ങനെയോ ലീക്ക് ഔട്ടായി. അതിൽ മൂണിന്റെ സിമ്പിൾ ഉള്ളവരെല്ലാവരും നമ്മുടെ ആൾക്കാരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ളവരെ അവർ തേടി പിടിച്ച് കൊല്ലുകയാണ്. അത് കേട്ട് കിന്നും ക്യാരറ്റും അങ്ങനെ എല്ലാവരും ഷോക്കാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഐലാൻഡ് കാണിക്കും. ഐലാൻഡിലാണെങ്കിൽ എല്ലാ ഗ്രാമത്തിലും ഒറോച്ചിയുടെയും കൈഡോടെ ആൾക്കാർ കയറി ഇറങ്ങി കാലിൽ സിമ്പിൾ ഉള്ളവരെ പിടിച്ചു വലിച്ച് അവരങ്ങനെ വെട്ടിക്കൊല്ലുകയാണ്. മറ്റൊരു ഭാഗത്ത് ഡ്രേക്ക് ആണെങ്കിൽ ഇപ്പൊ ബേസിൽ ഹോക്കിൻസിനെ കുറ്റം പറയാണ്, നീ ഒറ്റയൊരുത്തം കാരണമാണ് അവർ 3 പേര് രക്ഷപ്പെട്ടു പോയത്. ആ പോളിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈസി ആയിട്ട് അവനെ പിടിക്കാൻ പറ്റുമായിരുന്നു. നിന്റെ ഓവർ കോൺഫിഡൻസ് കാരണം നമുക്ക് വലിയ കൾപ്രിറ്റ്സിനെ നഷ്ടപ്പെട്ടു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ക്യോഷിറോടെ ആ വലിയ കാസ്റ്റിൽ കാണിക്കും. അവിടേക്ക് ജനങ്ങളെല്ലാവരും ഇരച്ചു കയറി വന്ന് ആ കാസ്റ്റിൽ അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും വിശ്വസുന്ദരി മരിച്ചതിൽ ഇപ്പൊ അവനെ ചീത്ത വിളിച്ചും പൊട്ടിക്കരഞ്ഞും അങ്ങനെ അവരുടെ പ്രതിഷേധം അത് ഉയർത്തുകയാണ്. യോഷിറോ ആണെങ്കിൽ അതെല്ലാം തന്നെ വെറും ഒരു സ്മൈലോട് കൂടെ ഫേസ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാരുടെ നോട്ടീസ് കയ്യിലെടുത്ത് പറയും, ഫ്രസ്ട്രേറ്റഡ് ആവാൻ പോകുന്നത് ഞാനല്ല, മറിച്ച് ഒറോച്ചിയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഒറോച്ചി ആണെങ്കിൽ വിശ്വസുന്ദരി മരിച്ചു കിടക്കുന്ന ആ ഒരു ഫോട്ടോ അതങ്ങനെ നോക്കി പൊട്ടിക്കരയാണ്. അതുകൊണ്ടാണെങ്കിൽ അവളുടെ വേർപാട് അത് താങ്ങാനാവില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ അവൾ എന്നെ വിട്ടുപിരിഞ്ഞു. അടയും ചക്കരയും പോലെ നമ്മൾ നല്ല മാച്ചായിരുന്നു. ഇനി എനിക്ക് പറ്റിയൊരു മാച്ചിനെ ഞാൻ എവിടുന്ന് കണ്ടെത്തുന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ നിർത്താതെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അവന്റെ 2 അസിസ്റ്റൻസ് അവർക്കാണെങ്കിൽ ഇപ്പൊ അയർലാൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ അവനെ അറിയിക്കണമെന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ആൾക്കാരുടെ പോസ്റ്റർ അതും ഒറോച്ചിയെ കാണിച്ചു കൊടുത്ത് കാര്യത്തിന്റെ സീരിയസ്നെസ് അതവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹം തോന്നും. പക്ഷെ ഒറോച്ചി ആണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. ഇതൊന്നും കേൾക്കാനുള്ള ഒരു മൂഡിലല്ല ഒറോച്ചി. സോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവരെങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പരസ്പരം നോക്കി നിൽക്കും. ആ ഒരു നോട്ടീസ് ആണെങ്കിൽ ഇപ്പൊ സൂം ചെയ്ത് കാണിക്കും. ഫയർ ഫെസ്റ്റിവൽ നടക്കുന്ന അന്ന് ഹവ പോർട്ടില് എല്ലാവരും ഒന്നു ചേരണം എന്നായിരിക്കും ആ നോട്ടീസിലുള്ള ചിത്രത്തിലൂടെ നമ്മുടെ ആൾക്കാർ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ഇവർക്കാണെങ്കിൽ ഈ ഇൻഫർമേഷൻ അത് വളരെ നേരത്തെ തന്നെ കിട്ടിയതുകൊണ്ട് അവർക്ക് ഈസിയായി ആ മോൺ സിമ്പിളുള്ളവരെ കണ്ടെത്താനും അവരെ ഇല്ലാതാക്കാനും കഴിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഒറോച്ചിയെ കാണിക്കും. ഒറോച്ചി ആണെങ്കിൽ വിശ്വസുന്ദരി അവൾ മരിച്ചതിൽ ഓൾറെഡി ഒരുപാട് ഡൗൺ ആണ്. അതിന്റെ കൂടെ ഈ കാര്യം കൂടെ അറിഞ്ഞ അവന്റെ ഉള്ളിലെ മോൺസ്റ്റർ അത് മുഴുവനായിട്ടും പുറത്തേക്ക് വന്ന് പിന്നെ അവൻ എന്താ ചെയ്യാന്ന് ആർക്കും പറയാനായിട്ട് കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് സാഞ്ചിയെയും ഉണ്ടപ്പെണ്ണിനെ കാണിക്കുകയാണ്. അവർ ഇത്രയും കാര്യമായിട്ട് സീക്രട്ടായിട്ട് കൊണ്ടുപോയ അവരുടെ മിഷൻ അതെങ്ങനെയായിരിക്കും ലീക്കായിട്ട് ഉണ്ടാവാന്നായിരിക്കും അവരിപ്പോ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചർച്ച ചെയ്യുക. ഉടനെ ലോയാണെങ്കിൽ ഇപ്പോ ആ ഉണ്ടപ്പെണ്ണിന്റെ അടുത്തേക്ക് വരും. നിന്റെ ആൾക്കാർ തന്നെയാണ് ഈ ഒരു ഇൻഫർമേഷൻ അത് ലീക്ക് ചെയ്തത്. അതിനവള് പറയും എന്റെ ആൾക്കാരല്ല നിന്റെ അസിസ്റ്റൻസ് ആണ് ഇത് ലീക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓൾറെഡി നിന്റെ ചില അസിസ്റ്റൻസിനെ അവർ പിടിച്ചു കഴിഞ്ഞു. സോ അവർ തന്നെയായിരിക്കും ഈ രഹസ്യങ്ങൾ അത് റിവീൽ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് അവരങ്ങനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ സാഞ്ചിയെ കാണിക്കും. അവന്റെ ബോഡിയിലാണെങ്കിൽ നാമി അറിഞ്ഞ പുറഞ്ഞ ഇടിച്ച് അവന്റെ ഫേസ് മുഴുവൻ അങ്ങനെ വീർത്തിരിക്കുകയാണ്. അവൻ സ്വിമ്മിംഗ് പൂളിൽ ഒളിഞ്ഞു നോക്കിയത് അത് അവസാന നിമിഷം അവനും തന്നെ വിനയായി മാറി. ഇവയാണെങ്കിൽ ബാക്കിയുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ അവന്റെ ടീംമേറ്റ്സിനെ രക്ഷിക്കാൻ പുറത്തേക്ക് പോവാണ്. അതിനാ ഉണ്ടപ്പെണ്ണ് അവൾ വാശിയിൽ അടിച്ചു പറയും നിന്റെ ടീംമേറ്റ്സിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവരെ കൊന്നുകളയണം. അവർ തന്നെയാണ് ഇത്രയും വലിയ രഹസ്യം അത് ലീക്ക് ചെയ്തത്. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ പ്ലാനിംഗ് ആണ് ഇത് കാരണം ലീക്കായതെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയും. 20 വർഷങ്ങളായി ഇത് ഞങ്ങളുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് അവൾ നിർത്താതെ കരയും. അതുകൊണ്ട് കാഞ്ചറോ ആണെങ്കിൽ ദേഷ്യപ്പെടും. നീ ഇത് കാണുന്നില്ലേ, ഇവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത്. ഇവർക്ക് ആക്ച്വലി നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ടും അവർ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. നമ്മൾ ഒരു കാരണവശാലും ഇവരെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കാഞ്ചറോ ആണെങ്കിൽ അവളെ ശാസിക്കും. ഓടന്റെ ആഗ്രഹം അതെങ്ങനെയെങ്കിലും നമ്മൾ നിറവേറ്റണമെന്ന് പറയും. അടുത്ത നിമിഷം പുറത്തുണ്ടായിരുന്ന ചിരിക്കുട്ടൻ അവൻ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ അകത്തേക്ക് ചാടി വരും. നിങ്ങളുടെ സീക്രട്ട് അതൊക്കെ ഞാൻ മനസ്സിലാക്കി. കാഞ്ചറോ ആൻഡ് ടീം നിങ്ങൾ നടത്തുന്ന ഈ ഒരു പ്ലാന് അതിനെക്കുറിച്ചാണ് ഇപ്പൊ ഗ്രാമത്തിലുള്ള എല്ലാവരും പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സോറോയെ കാണിക്കും. സോറോ ആണെങ്കിൽ ആ വില്ലനുമായിട്ട് പൊരിഞ്ഞ് പോരാട്ടം. അതിനിടയിൽ ആ ഉണ്ടപ്പൻ അവൻ സോറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് സോറോയുടെ അടുത്തേക്ക് വരും. സോറോ അവനെ വെട്ടിത്തിരിപ്പിച്ച് ദൂരേക്ക് മാറ്റുന്ന ഗ്യാപ്പിൽ ആ വില്ലൻ അവനാണെങ്കിൽ സോറോയുടെ ദേഹത്ത് അവന്റെ സ്ക്വാഡ് കുത്തി ഇറക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ഇവിടെ ആ വില്ലന് സോറോയുടെ ദേഹത്ത് കുത്തി ഇറക്കിയ കത്തി അത് തിരികെ എടുക്കാനാവില്ല. സോറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവൻ ആ കത്തി ഊരിയെടുത്ത് ഇപ്പൊ അവന്റെ വായിൽ കടിച്ചു പിടിക്കുകയാണ്. ഇപ്പൊ പഴയതുപോലെ സോറോയ്ക്ക് 3 സ്ക്വാഡ് കിട്ടി. ഓരോ അവന്റെ 3 സ്ക്വാഡ് സ്റ്റൈലില് അവന് ഞൊട്ടിയടയിൽ വെട്ടി വീഴ്ത്തും. ആ ഉണ്ടപ്പം വില്ലനാണെങ്കിൽ അത് കണ്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ സോറോ അവൻ ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ടും ബോഡിയിൽ ഡീപ്പായിട്ട് ഇഞ്ചുറി പറ്റിയതുകൊണ്ടും അവൻ അങ്ങനെ തളർന്നു വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോ.